إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم فلا تظلموا فيهن أنفسكم. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കാലം മുതൽക്ക് ആകാശങ്ങളെയും ഭൂമിയെയും എല്ലാം സൃഷ്ടിച്ച കാലം മുതൽക്ക് തന്നെ അള്ളാഹുവിൻ്റെ പക്കൽ മാസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 12 മാസങ്ങളാണ്. മിൻഹ 4 ഹുറും, അതിൽ 4 മാസങ്ങൾ പ്രത്യേകമായി പവിത്രത കൽപ്പിക്കപ്പെട്ടിട്ടുള്ള മാസങ്ങളാണ്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് തന്നെ അക്രമങ്ങളും അനീതിയും പ്രവർത്തിക്കരുത്. പാപങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രത്യേകമായി വിട്ടുനിൽക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സ്പഷ്ടമായി വിശുദ്ധ ഖുർആനിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. يقول النبي صلى الله عليه وسلم في حديث رواه أبو بكرة رضي الله عنه أن النبي صلى الله عليه وسلم قال السنة 12 شهرا منها 4 حرم 3 متواليات ذو القعدة وذو الحجة ومحرم ورجب مضر الذي بين جمادى وشعبان. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 12 മാസങ്ങളിൽ 4 മാസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ പവിത്രത നൽകിയിരിക്കുന്നു. ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം, മുഹറം മാസം എന്നിങ്ങനെ ആവർത്തിച്ചു വരുന്ന 3 മാസങ്ങളാണവ. വറജബ് മുദർ, അതുപോലെ തന്നെ ജുമാദക്കും ഷഅബാനിനും ഇടയിൽ വരുന്നതായ റജബ് മാസവുമാണത്. ഈ 4 മാസങ്ങൾക്ക് പ്രത്യേകമായ പവിത്രതയുണ്ട്. قال الله عز وجل فلا تظلموا فيهن أنفسكم,
അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ആ മാസങ്ങളിൽ നിങ്ങൾ പാപങ്ങൾ അനുഷ്ഠിക്കരുത് എന്ന് എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. قال ابن عباس رضي الله عنه أي في كلهن ثم اختص من ذلك 4 أشهر فجعلهن حراما وعظم حرماتهن وجعل الذنب فيهن أعظم والعمل الصالح والأجر أعظم. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ഒരു മാസങ്ങളിലും പാപങ്ങൾ ചെയ്തുകൂടാ. ഏത് കാലത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും പാപങ്ങൾ അരുതാത്തത് തന്നെയാണ്. പാപങ്ങളിൽ നിന്ന് മനുഷ്യൻ വിട്ടുനിൽക്കുക തന്നെ വേണം. എന്നാൽ എന്തുകൊണ്ടാണ് ഈ 4 മാസങ്ങളിൽ നിങ്ങൾ പാപങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം, അത് ഫജഅലഹുന്ന ഹറാമൻ വഅസ്സമ ഹുറുമാതിഹിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസങ്ങളിൽ തിന്മകൾ പ്രവർത്തിക്കുന്നത് പ്രത്യേകമായി നിഷിദ്ധമാക്കുകയും വഅസ്സമ ഹുറുമാതിഹിൻ, ആ മാസങ്ങളുടെ പവിത്രതകൾക്ക് കൂടുതൽ ശ്രേഷ്ഠത കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വജഅല الذنب فيهن أعظم, ഏത് മാസങ്ങളിലാകട്ടെ പാപങ്ങൾക്ക് ശിക്ഷയുണ്ട്, അതല്ലെങ്കിൽ അവ തിന്മയാണ് എങ്കിൽ കൂടി പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒരാൾ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ തിന്മക്ക് കൂടുതൽ ശിക്ഷയുണ്ട്, കൂടുതൽ പാപമുണ്ട്. വൽ അമല സ്സാലിഹ വൽ അജ്റ അഅ്സം, എന്നതുപോലെ തന്നെ ആ മാസങ്ങളിൽ അയാൾ പ്രവർത്തിക്കുന്ന സൽക്കർമ്മങ്ങൾക്ക് അതിന് കൂടുതൽ ശ്രേഷ്ഠതയും കൂടുതൽ പ്രതിഫലവുമുണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ഇമാം ഖതാദ റഹിമഹുല്ലാ പറയുന്നു, ഖാല ഖതാദ റഹിമഹുല്ലാ ഇന്ന الظلم في الاشهر الحرم اعظم خطيئة ووزرا من الظلم فيما سواها. ഒരു മനുഷ്യൻ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ അനീതിയും അക്രമവും പ്രവർത്തിക്കുകയാണ് എങ്കിൽ മറ്റു മാസങ്ങളിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ അതിന് കൂടുതൽ ഗൗരവമുണ്ട്. അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കൂടുതൽ ശിക്ഷ ലഭിക്കാൻ അത് കാരണമായി തീരും. ദുൽഖഅദ മാസം അവസാനിച്ചു, ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തിലാണ് നമ്മളുള്ളത്. ഇനി മുഹറം മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മുഹറം മാസം എന്ന് പറയുന്നത് പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ്. നമ്മൾ ഈ കഴിഞ്ഞു പോയ മാസങ്ങളിൽ എപ്രകാരം തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുവോ അതുപോലെ മുഹറം മാസത്തിലും തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുകയും സൽക്കർമ്മങ്ങൾ കൂടുതൽ അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതായ മാസമാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹിജ്രി വർഷം ആരംഭിക്കുവാനും ഒരു ഹിജ്രി വർഷം അവസാനിക്കുവാനും പവിത്രമായ 2 മാസങ്ങളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ഹിജ്റ വർഷം ആരംഭിക്കുന്നത് ബിദായത്തുസ്സന, മുഹറം എന്ന് പറയുന്ന പവിത്രമാക്കപ്പെട്ട മാസത്തിൽ നിന്നാണ്. ആ മാസത്തിന്റെ നാമം തന്നെ പവിത്രമാക്കപ്പെട്ടതെന്നാണ്. മുഹറം എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ടത് എന്നാണ്. അങ്ങനെയുള്ളൊരു മാസം കൊണ്ട് ആരംഭിക്കുകയും ദുൽഹജ്ജ് മാസം എന്ന് പറയുന്ന പവിത്രമാക്കപ്പെട്ട മറ്റൊരു മാസം കൊണ്ടാണ് ഒരു ഹിജ്റ വർഷം അവസാനിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല മുഹറം മാസത്തെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ഷഹ്റുല്ലാഹ് എന്നാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന അഅ്ളമ الصിയാമ ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരിശുദ്ധ റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസമാണ് മുഹറം മാസം എന്ന് പറയുന്നത്. പരിശുദ്ധ റമളാൻ നിർബന്ധമാക്കപ്പെടുന്നതിന് മുൻപ് വിശ്വാസികൾക്ക് നിർബന്ധമായിരുന്ന നോമ്പായിരുന്നു ആഷൂറാ ദിവസത്തിലെ നോമ്പ്. ആ ആഷൂറാ ദിവസം വരുന്നത് മുഹറം മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിലെ നോമ്പാണ് പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് പറഞ്ഞെടുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗിച്ച പ്രയോഗം ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നാണ്. ഉലമാക്കൾ പറഞ്ഞു, ഇദാഫത്തു അശ്ശഹ്രി ഇലാ ലഫ്ദിൽ ജലാല ഷഹ്റുല്ലാഹ് ഐ ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്ന അള്ളാഹുവിങ്കലേക്ക് ലഫ്ദുൽ ജലാലയിലേക്ക് ആ മാസത്തെ ചേർത്ത് പറഞ്ഞത് തദുല്ലു അലാ ഫദ്ലിഹാ, അത് അതിൻ്റെ ഫദ്ലിനെ,
അതിൻ്റെ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്നതായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുഹറം മാസത്തിൻ്റെ പവിത്രതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ആ മാസത്തിൽ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പവിത്രമാക്കപ്പെട്ട മുഹറം മാസത്തെക്കുറിച്ച് അത് നഹ്സിൻ്റെ അല്ലെങ്കിൽ മോശമായ സമയമാണ്, കാലമാണ് എന്ന് പറയുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകമായ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ശാപപ്രാർത്ഥനകളുമായി സ്വന്തം ദേഹത്തെ മർദ്ദിച്ച് അത്തരത്തിൽ കഴിയുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. മറിച്ച് മുഹറം എന്ന് പറയുന്ന മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാണ്, പവിത്രമാക്കപ്പെട്ട മാസമാണ്, അമലുകൾക്കേറെ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്, തിന്മകൾക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തേണ്ടതായ മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا. اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم واشف مرضاهم وداوي جرحاهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم عليك باليهود الظالمين، اللهم عليك باليهود الظالمين. اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك وزلزل الأرض من تحت أقدامهم يا قوي يا متين. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.